പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയെയും CPM-നെയും കടന്നാക്രമിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് നിലമ്പൂരിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ സണ്ണി ജോസഫ്, P.K. കുഞ്ഞാലിക്കുട്ടി, അടൂർ പ്രകാശ് എന്നിവരും സതീശനോടൊപ്പം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി താൻ ഉന്നയിച്ച ഒരു ചോദ്യത്തിനും മറുപടി നൽകിയില്ലെന്ന് വി.ഡി. സതീശൻ ആരോപിച്ചു. CPM-നെതിരെ രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. CPM ഒരിക്കൽ സദ്ദാം ഹുസൈന്റെ ചിത്രം വെച്ച് തിരഞ്ഞെടുപ്പിനെ നേരിട്ടവരാണെന്ന് സതീശൻ ഓർമ്മിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായിരുന്നു. ഞങ്ങൾ സർക്കാരിന്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഭരണത്തെ ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യാനാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിച്ചത്. പ്രതിപക്ഷം ഉയർത്തിയ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 7 ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയോ LDF നേതാക്കളോ ഇതുവരെ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയായി. ഇവിടെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും മോശമായ രീതിയിലുള്ള ഒരു പ്രചരണ രീതിയായിരുന്നു CPM-ഉം LDF-ഉം അവലംബിച്ചത്. പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയത കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയും ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത LDF-ന്റെ ആളുകളും ശ്രമിച്ചത്. ആ വർഗീയത ഈ നിലമ്പൂരിലെ മണ്ണിൽ വിലപ്പോകില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അവസരം പോലെയാണ് CPM ഓരോ കാര്യം പറയുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിൽ ഓരോ കാര്യമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ പ്രീണനം നടത്താൻ ശ്രമിച്ചു പരാജയപ്പെട്ടപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷ പ്രീണനവുമായി ഡൽഹിയിലിരിക്കുന്ന യജമാനന്മാരെ സന്തോഷിപ്പിക്കാനുള്ള സംഘപരിവാർ നരേറ്റീവ് CPM ആവർത്തിക്കുകയായിരുന്നു. പണ്ട് ഓർമ്മയുണ്ട്, ശ്രീ കുഞ്ഞാലി സാഹിബൊക്കെ മന്ത്രിയായിരിക്കുമ്പോൾ പിറവം ഉപതെരഞ്ഞെടുപ്പ് വന്നു. പിറവം ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് തിരുകേശത്തെ സംബന്ധിച്ച പ്രവാചകന്റെ ആണെങ്കിലും സാധാരണക്കാരുടെ ആണെങ്കിലും മുടിയും നഖവും ബോഡി വേസ്റ്റ് ആണ് എന്നാണ് അന്ന് പറഞ്ഞത്. അത് പിറവത്തെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ്. ഇവിടെ പറയില്ല. 2004 ശേഷം മലപ്പുറത്ത് CPM ഒരു സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിന്റെ പ്രചരണത്തിന് വേണ്ടി വെച്ച ചിത്രങ്ങൾ സദ്ദാം ഹുസൈന്റെയും യാസർ അറാഫത്തിന്റെയും വെളിയങ്ങോട് ദാസി തങ്ങളുടെയും ആലി മുസ്ലിയാർ CPM-ഉമായിട്ട് ഒരു ബന്ധമുള്ളവരല്ല. അത് കൊല്ലത്തെ സമ്മേളനത്തിന് വന്നപ്പോ ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രമായി. തിരുവനന്തപുരത്ത് ചെന്നപ്പോ ചട്ടമ്പി സ്വാമികളും മന്നത്ത് പത്മനാഭനുമായി. കോട്ടയത്ത് സമ്മേളനം വന്നപ്പോ ഒരു സ്ഥലത്ത് മന്നത്ത് പത്മനാഭനും കോട്ടയം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ മദർ തെരേസയും. ഇതാണ് CPM-ന്റെ രാഷ്ട്രീയ പ്രചരണ രീതി എന്ന് പറയുന്ന ഇതാണ്. അത് തന്നെയാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നോക്കിയത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഉയർത്തിയ വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, റബ്ബറിന്റെ വില, നെല്ലിന്റെ സംഭരണം, നാളികേരത്തിന്റെ സംഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആശാവർക്കർമാരുടെ കാര്യങ്ങൾ, പെൻഷന്റെ കാര്യങ്ങൾ, ക്ഷേമ പരിപാടികൾ, ആരോഗ്യ മേഖലയിലെ കാരുണ്യ പദ്ധതി ഉൾപ്പെടെയുള്ള നിരവധിയായ വിഷയങ്ങളുണ്ട്. അത് UDF വെറുതെ ഉയർത്തിയതല്ല. ഞങ്ങൾ നിലമ്പൂരിലെയും കേരളത്തിലെയും ജനങ്ങൾക്ക് ഞങ്ങൾ വാക്ക് നൽകുന്നു. UDF അധികാരത്തിൽ എത്തുമ്പോൾ ഈ എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. കേരളത്തിന്റെ ധനപ്രതിസന്ധി ഞങ്ങൾ പരിഹരിക്കും. CPM-ന്റെ പ്രധാന തന്ത്രം വർഗീയതയാണെന്നും എന്നാൽ അത് നിലമ്പൂരിൽ വിലപ്പോകില്ലെന്നും സതീശൻ പറഞ്ഞു. ഈ തിരഞ്ഞെടുപ്പ് നിലമ്പൂരിലെ ഉപതിരഞ്ഞെടുപ്പിന് മാത്രമല്ല 2026 പൊതുതിരഞ്ഞെടുപ്പിന് വേണ്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ചാനൽ ന്യൂസ്, നിലമ്പൂർ. വേഴ്സറ്റൈൽ എന്ത് രസമുള്ള വാക്കാണല്ലേ. ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കൊതിക്കുന്ന വിശേഷം. ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക? ഇത് ഡിഫറെൻ്റ് ആയിരിക്കണം. എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം. എന്തെങ്കിലുമൊക്കെ പുതുമ വേണം. ആളുകൾക്ക് ഇഷ്ടമാവണം. ലോകം പറയണം, വാ, versatile. Something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്. നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ.
കവിത ഗോൾഡൻ ഡയമണ്ട്സ്. The versatile jewelry.